ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് സവാള, പച്ചമുളക് കീറി വെച്ചത്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചത്, അതുപോലെ മല്ലിയില, കറിവേപ്പില, ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തക്കാളി, ഇത്രയും സാധനങ്ങൾ, പച്ചപ്പട്ടാണി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്ത് കോരി വെക്കണം. നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനത് ഇട്ടിട്ടുണ്ട്. എന്തായാലും കുട്ടികൾക്കൊക്കെ തോരൊന്നും ഇഷ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സവാള കീറി വെച്ചത്, അതുപോലെ പച്ചമുളക് അരിഞ്ഞ് വെച്ചതും ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴന്ന് കിട്ടാൻ വേണ്ടി നന്നായി ഇളക്കണം. ഒരിത്തിരി ഉപ്പ് പൊടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു ഗ്രാമ്പു എടുത്താൽ മതി. വല്ലാത്ത ചൊയ്യായിരിക്കും. അപ്പോൾ ഒരു ഗ്രാമ്പു, അതുപോലെ 2-3 പട്ട എടുത്തിട്ടുണ്ട്. നന്നായി വഴന്നതിന് ശേഷം ഈ ബീൻസും അതുപോലെ നമ്മുടെ ക്യാരറ്റും കൂടെ ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇത് നന്നായി വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ തക്കാളിയും കൂടെ ഇട്ടിട്ട് വഴറ്റണം. തക്കാളി ഇട്ട് വഴറ്റിയിട്ട് നന്നായി വഴന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടിട്ട് അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് നല്ല തീയിൽ വെക്കേണ്ട, കുറച്ച് ഇളം തീയിൽ വെച്ചാൽ മതി. എന്നാലാണ് നന്നായിട്ട് ഇതായിട്ടുള്ള. അതിലേക്ക് നമ്മൾ ഇത് വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി. കുറച്ച് ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് മിക്സായി കഴിഞ്ഞാൽ മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പച്ചരിയാണ് ഇട്ടിട്ടുള്ളത്. പച്ചരി ഉപയോഗിച്ചാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. പച്ചരി നല്ല ടേസ്റ്റായിട്ടുണ്ടാകും. ചെറിയ പച്ചരിയാണ് കിട്ടിയിരിക്കുന്നത്. അത് കാരണം നല്ല ടേസ്റ്റാണ് പച്ചരി കൊണ്ട് ബിരിയാണി വെച്ച് കഴിക്കാനായിട്ട്. ഇതിലേക്ക് ഈ പച്ചരിയുടെ ഇരട്ടി, നമ്മളെടുത്ത അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മളത് കുറച്ച് പച്ചപ്പട്ടാണി കൂടെ അതിൽ ഇട്ട് കൊടുക്കണം. പച്ചപ്പട്ടാണി ഇട്ടിട്ട് അതിൽ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുക. അരി വെന്തോടയായിരിക്കാൻ വേണ്ടി കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. പച്ചപ്പട്ടാണി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി ഇളക്കി വെച്ചിട്ട് കുക്കർ മൂടി വെക്കണം. മൂടി വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുത്താം. ഒരു വിസിൽ വന്നു ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് മുന്തിരി അണ്ടിപ്പരിപ്പും കൂടെ വറുത്ത് വെച്ചിട്ടിട്ടുണ്ട്. ബിരിയാണി സൂപ്പറായിട്ടുണ്ട് കാണാം അല്ലേ? എന്തായാലും എൻ്റെ മാളൂട്ടി ബിരിയാണി കഴിക്കുന്നുണ്ട്. സൂപ്പറായെന്ന് പറയുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു.